ഇവിടെ ഒരു പ്രേതം മരുഭൂമിയിലുള്ള ഒരു അതിശയ കിണറിന് കാവലിൽ നിന്ന് വരുമായിരുന്നു. സംഭവം ആ കിണറ്റിലെ വെള്ളം ആര് കുടിക്കുന്നോ അവർക്ക് എത്ര വലിയ രോഗമുണ്ടെങ്കിലും അത് ഗുണമാകും. പക്ഷെ പ്രേതത്തിന്റെ റൂളും കടന്ന് അതിൽ നിന്ന് വെള്ളം എടുത്താലേ പ്രേതം അവരെ ശിക്ഷിക്കാതെ വിടില്ല. അങ്ങനെ ഇരിക്കവേ 3 സഹോദരന്മാര് മരിക്കാൻ കിടക്കുന്ന അവരുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വരുന്നു. അപ്പൊ പെട്ടെന്ന് ആ പ്രേതം കിണറ്റിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ അമ്മയുടെ കാലം കഴിഞ്ഞു, അപ്പൊ വിധി തീർന്നിട്ടും ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി അമ്മയെ രക്ഷിക്കുന്നത് റൂൾസിനെതിരാണ്. അപ്പൊ റൂൾ മാനിക്കാതെ നിങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് പോയാൽ മോശമായ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പ്രേതം കിണറ്റിലേക്ക് പോകുന്നു. എന്നാൽ അവന്മാരതൊന്നും മൈൻഡ് ചെയ്യാതെ വെള്ളം എടുത്തുകൊണ്ട് പോയി അമ്മയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ വെള്ളം കുടിച്ച് കുറച്ച് സമയത്തിലെ അമ്മയുടെ രോഗമെല്ലാം മാറി സുന്ദരിയായ ഒരു പെണ്ണായിട്ട് അവൾ എണീക്കുകയാണ്. അപ്പൊ ആ കിണറ്റിലെ വെള്ളം വെച്ചാണ് അവളെ രക്ഷിച്ചതെന്ന് പറഞ്ഞതും അമ്മ 3 മക്കളോടും അവിടെ നിന്ന് പോവാൻ പറയുന്നു. കാരണം ആ പ്രേതം അവന്മാരോട് പ്രതികാരം ചെയ്യാൻ അവിടേക്ക് വരും. ആ കൂട്ടത്തിൽ തന്നെ കിണറ്റിലെ കുറച്ച് വെള്ളം തറയിലേക്ക് വീഴാണ്. നോക്കുമ്പോ പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് പ്രേതം പുറത്തേക്ക് വന്ന് അവരെ 3 പേരെയും ഭൂതങ്ങളാക്കി മാറ്റി ഓരോരോ വിളക്കിലാക്കി അടച്ചു വെക്കുന്നു.